എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും പല വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണല്ലേ. പലതരത്തിൽ വീട് ഉണ്ടാക്കുന്ന ആൾക്കാർ, അതിൻ്റെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും അസുഖമായിട്ടിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് മാനസിക വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ. പലതരത്തിലാണ് ഓരോരുത്തരുടെയും വിഷമങ്ങൾ, അല്ലെങ്കിൽ പരസ്പരമുള്ള വീട്ടിലുള്ള കലഹം, വഴക്ക്, കുടുംബ വഴക്ക്, സഹോദരന്മാർ തമ്മിലുള്ള വഴക്ക്, അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്ക്, അയൽവാസികൾ തമ്മിലുള്ള വഴക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം ഓരോ ദിവസവും നേരിടുന്ന നിരവധി ആളുകളുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് കൈവിട്ട് പോവും. നമ്മൾ വല്ലാണ്ട് വിഷമിച്ചു പോവും. എന്താണ് ഈശ്വര, എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ചോദിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. കാരണം നമ്മളൊക്കെ സാധാരണയായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ മനസ്സ് വളരെ ചില സമയത്ത് വളരെ ദുർബലമായി പോവാറുണ്ട്. ഇങ്ങനെ മനസ്സ് വേദനിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ സ്വന്തം കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹം ഒരിക്കലും നമ്മുടെ വിഷമങ്ങൾ കാണാതിരിക്കില്ല, നമ്മുടെ കണ്ണീര് അദ്ദേഹം കാണാതിരിക്കില്ല. നമുക്കൊരു പരിഹാരം അദ്ദേഹം കണ്ടെത്തി തരും. ഭഗവാനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യവും അദ്ദേഹം നടത്തി തരാറുണ്ട്. അത്രയേറെ വിശ്വാസമാണ്, അത്രയേറെ അനുഭവങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും. നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഓരോ സമയത്തും നമ്മളിങ്ങനെ മനസ്സിൽ വേദന കൊണ്ട്, ഈശ്വര, എന്താ എൻ്റെ കണ്ണാ, എനിക്കിതൊന്ന് നടത്തി തരൂ, എനിക്ക് ഒരാശ്വാസം ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരൂ എന്ന് നമ്മൾ മനസ്സിൽ അത്രയേറെ ഭഗവാനോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്കതിനൊരു വഴി കാണിച്ചു തരും. നിരവധിയായിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. എത്രയെത്ര അനുഭവങ്ങളാണ് കണ്ണൻ്റെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. നിരവധി ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത്രയേറെ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഭഗവാന്റെ ചൈതന്യമുള്ള ഈ ഒരു ഭൂമിയിൽ, ആ ചൈതന്യമുള്ള ഈ ഒരു മാസത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം അദ്ദേഹം മാറ്റിത്തരും. എത്രമാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് എത്രമാത്രം നാമം ചെല്ലാൻ പറ്റുമോ അത്രമാത്രം നാമം ചെല്ലുക. ഭഗവാനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പറയുക. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെ കാര്യങ്ങളും കേൾക്കും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അദ്ദേഹം നമുക്ക് തന്നോളും. ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രമേ നമുക്ക് തരുള്ളൂ. അർഹിക്കാത്തതൊന്നും നമ്മൾ ചോദിക്കണ്ട. നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുക. ഭഗവാൻ നമ്മളെ സങ്കടങ്ങൾ കാണാതിരിക്കില്ല. നിരവധിയായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എനിക്ക് തന്നെ എത്രയോ കാര്യങ്ങൾ ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്. ഭഗവാൻ അത്രയേറെ നമ്മുടെ ഓരോരുത്തരിലും അലിവോടും കരുണയോടും കൂടിയിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ ഓരോ മനസ്സിൻ്റെ വേദനകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മാറ്റിത്തരും. നമ്മുടെ എത്ര വിഷമത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും ആ ഒരു വിഷമം വളരെ പെട്ടെന്ന് ഭഗവാൻ മാറ്റിത്തരും. അത്രയേറെ നമ്മളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളാണ് നമ്മുടെ കണ്ണൻ. നമ്മൾ പല ഭാവത്തിൽ കണ്ണനെ കാണുന്നുണ്ടല്ലേ. നമ്മുടെ കള്ളക്കണ്ണനായിട്ട്, ഉണ്ണിക്കണ്ണനായിട്ട്, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് കണ്ണനെ അനുഭവേദ്യമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എങ്ങനെയാണോ കണ്ണനെ കാണാൻ പറ്റുന്നത്, മകനായിട്ടാണോ, ചെറിയ കുഞ്ഞ് കണ്ണനായിട്ടാണോ, അല്ലെങ്കിൽ കൂടപ്പറപ്പായിട്ടാണോ, എങ്ങനെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ വിഷമങ്ങളും അദ്ദേഹം മാറ്റിത്തരും. അത്രയേറെ ഭഗവാൻ നമ്മെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും ഏറ്റവും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.